നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാന ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും LDF സ്ഥാനാർത്ഥി M സ്വരാജും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും മണ്ഡലത്തിൽ വിവിധയിടങ്ങളിലെത്തി വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. TG സജിത്തുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. 23 ദിവസം നീണ്ട കാടിളക്കിയുള്ള പ്രചരണം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമുള്ള നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് ഇന്ന്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ RSSുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രസ്താവനയാണ് നിലമ്പൂർ ചർച്ച ചെയ്യുന്നത്, കേരളമാകെ ചർച്ച ചെയ്യുന്നത്. വലിയ പരിഹാസവുമായാണ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്. പ്രണയിനി പിരിഞ്ഞു പോയതിനു ശേഷം പറയുന്നത് പോലെയാണ് MV ഗോവിന്ദന്റെ വാക്കുകൾ എന്ന രീതിയിൽ പരിഹാസം കലർത്തി സംസാരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറ്റി പറയേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലാണോ ഇന്ന് നിലമ്പൂരിൽ ഉയർന്നു വന്ന ഈ ചർച്ചകൾ മാറുന്നത്? തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ, അവസാന ഘട്ടത്തിലേക്കാണ് ഈ വിവാദം ഉയർന്നത് എന്നതുകൂടിയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. രേണുക, നമുക്കറിയാം നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന വിവാദ വിഷയങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്കറിയാം. അതൊക്കെ ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് കാത്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഒരു പുതിയ വിവാദം കൂടി ഉയർന്നു വരുന്നത്. ഒരുപക്ഷേ MV ഗോവിന്ദൻ്റെ പ്രസ്താവന ഒരു പഴയകാല പ്രസ്താവനയുടെ ആവർത്തനമാണ് എന്ന് തോന്നിപ്പിക്കാമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് ഉയർന്നു വന്നതാണ് ഇത്തരമൊരു വിവാദത്തിന് ഇടവെച്ചത്. 1975 ജനസംഘവുമായുള്ള അന്നത്തെ സഹകരണവും അന്നത്തെ അടിയന്തരാവസ്ഥയും ഒക്കെയായിരുന്നു MV ഗോവിന്ദൻ്റെ പറഞ്ഞ പശ്ചാത്തലം. പക്ഷേ സാഹചര്യം മാറിപ്പോയി എന്നതാണ്. ഇടതുമുന്നണി കേന്ദ്രങ്ങളിൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായി മാറി സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പ്രസ്താവന എന്നതാണ് സാഹചര്യം. എന്തായാലും MV ഗോവിന്ദൻ തന്നെ തിരുത്തൽ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നു. വളച്ചൊടിച്ചതാണ് തൻ്റെ വാക്കുകൾ എന്ന വാദമുയർത്തുന്നു. അതേസമയം UDF കേന്ദ്രങ്ങൾ ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നതാണ് സാഹചര്യം. നിലമ്പൂരിൽ ഇന്ന് പ്രതികരിച്ച സ്ഥാനാർത്ഥികളടക്കമുള്ളവരുടെ നീക്കങ്ങളിലെല്ലാം അത് പ്രകടമാണ്. ഒപ്പം VD സതീശൻ പ്രതിപക്ഷ നേതാവും ഇത് ഒരു ആയുധമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് നീങ്ങുകയാണ്. അതായത് RSSുമായുള്ള സഹകരണം ഒടുവിൽ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു CPM എന്നതാണ് ഇതിൽ ഉന്നയിക്കുന്ന വാദം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ CPMും RSSും BJPയും തമ്മിൽ ഒരു സഹകരണമുണ്ട്, ഒരു ബാന്ധവമുണ്ട് എന്ന ആക്ഷേപം നേരത്തെ തന്നെ UDF ഉയർത്തുന്നതാണ്. ആ ഉയർത്തൽ ഒന്നുകൂടി ശക്തമായി ഉയർത്താൻ ഇടവെക്കുന്നതായി മാറി MV ഗോവിന്ദന്റെ വാക്കുകൾ എന്നതാണ്. പെട്ടെന്ന് തന്നെ വന്ന ഒരു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നു എന്നതാണ് CPM എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് അവരുടെ നിലപാടും. RSSന് മുൻപ് ജനസംഘമായിരുന്ന സമയത്ത് നടന്ന കൂട്ടുകെട്ടിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരാമർശം എന്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി? അതൊരു ജാഗ്രത കുറവല്ലേ? മാത്രവുമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ അതിൻ്റെ 23 ദിവസത്തെ പ്രചരണത്തിൽ അതിൻ്റെ ഭൂരിഭാഗം സമയവും CPM നീക്കിവെച്ചത് UDF ജമാഅത്തെ ബന്ധം തുറന്നു കാട്ടാനാണ്. അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇടത്ത് ഇങ്ങനെ ഒരു പരാമർശം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നു. അത് അദ്ദേഹത്തിന് തന്നെ മാറ്റിപ്പറയേണ്ടി വന്നു ഈ അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ജാഗ്രത കുറവ് കൂടിയല്ലേ തുറന്നു കാട്ടുന്നത്? ജാഗ്രത കുറവ് എന്നതിൽ CPM ആണ് വിലയിരുത്തൽ നടത്തേണ്ടത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, രാഷ്ട്രീയ മുഖത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം വിവാദ വിഷയങ്ങളാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ഓരോ അടവും രാഷ്ട്രീയ നേതൃത്വങ്ങൾ പയറ്റും. ആ പയറ്റത്തിൽ MV ഗോവിന്ദൻ്റെ വാക്കുകൾ മാറിപ്പോകുന്നു എന്നതാണ് സാഹചര്യം. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പഴയകാല ചരിത്രം ഓർമ്മിപ്പിക്കുന്ന വേളയിൽ നടത്തിയ ഒരു പരാമർശം എന്ന വാദം വേണമെങ്കിൽ CPMന് ഉയർത്താം. പക്ഷേ ഇതിൽ UDF നടത്തുന്ന രാഷ്ട്രീയമായ ആയുധമാണ് ഇതിൽ ഇടതുമുന്നണിക്ക് വെല്ലുവിളിയാവുന്നത്. പ്രത്യേകിച്ച് RSSും BJPയുമായി നേരത്തെ തന്നെ ധാരണയുണ്ട് എന്ന ആക്ഷേപം നേരിടുന്ന പാർട്ടി കൂടിയാണ് CPM. അത് മുമ്പും പ്രതിപക്ഷം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ MV ഗോവിന്ദൻ ഈ തുറന്നു പറയുമ്പോൾ പഴയ ധാരണ ഒന്നുകൂടി പുതുക്കി പറയുന്നു എന്നതാ കൂടിയാണ് പറയുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. ഒരു കാര്യം കൂടിയുണ്ട്, ഇപ്പോൾ ഇത്തരമൊരു RSSുമായി ഒരു മൃദു സമീപനം ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നതിലൂടെ ഒരുപക്ഷെ BJP വോട്ടുകളെ സ്വാധീനിക്കാനാണോ ഈ നീക്കം എന്ന ആക്ഷേപം കൂടി UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതൊരു ബോധപൂർവ്വ പരാമർശമല്ലായിരുന്നു എന്നാണ് CPM കേന്ദ്രങ്ങൾ നൽകുന്ന
എന്ന സൂചന. കാരണം ആ പരാമർശത്തിൻ്റെ രീതിയും അതിൻ്റെ സമയവുമാണ് തെറ്റിപ്പോയത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് എം വി ഗോവിന്ദൻ വന്ന് അത് സാഹചര്യം വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എം വി ഗോവിന്ദൻ എന്തായാലും സാധാരണ രീതിയിൽ CPM നേതാക്കൾ ഇത്തരം വിവാദ പ്രസ്താവനകൾ വരുമ്പോൾ തിരുത്തലിനോ അല്ലെങ്കിൽ അതിന് വിശദീകരണം നൽകലിനോ നിൽക്കാറില്ല. പക്ഷേ ഇവിടെ എം വി ഗോവിന്ദന് ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വിശദീകരിക്കേണ്ടി വരുന്നു എന്നത് ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഈ അവസാന ഘട്ടത്തിലുണ്ടാകുന്ന വിവാദങ്ങൾ ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കാൻ ശേഷിയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു കാര്യം കൂടിയുള്ളത് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ വോട്ടർമാരിൽ പകുതിയിലധികവും ന്യൂനപക്ഷ വോട്ടർമാരാണ്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടർമാരാണ്. അവർക്കിടയിലേക്ക് ഈ വിവാദം ഉയർത്തിവിട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം കൂടി ഇടതുപക്ഷം തിരിച്ചറിയുന്നുണ്ട്. അതേസമയം അതിൻ്റെ രാഷ്ട്രീയ സാധ്യത തിരിച്ചറിയുന്നു UDF എന്ന മറുവശം കൂടിയുണ്ട്. അങ്ങനെ ഈ വിവാദം ഒരുപക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും ഒടുവിലത്തെ വിവാദമായി മാറിയേക്കാം. അത് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷിയും ഏറെയാണ്. അതുകൊണ്ടാണ് അത് കൂടുതൽ രാഷ്ട്രീയ ആയുധമായി ഏറ്റെടുക്കാൻ UDFും തിരുത്തി പറയാനും വിശദീകരണം നൽകാനും CPMും തയ്യാറാവുന്നതിൻ്റെ കാരണം. തീർച്ചയായും എന്തായാലും BJP രൂപീകരണത്തിന് മുൻപ് ഉള്ള ഒരു ബന്ധമാണ് ഈ രീതിയിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ സംസ്ഥാന സെക്രട്ടറി ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് മാറിപ്പോയി എന്ന് തോന്നുന്നു. അപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു ഈ അവസാന മണിക്കൂറിൽ നിലമ്പൂരിൽ. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വളരെ പരിഹാസ രൂപേണെ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യം വരുന്നു. CPM സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ അത് മാറ്റി പറയേണ്ടി വരുന്നു. സ്ഥാനാർത്ഥിക്കും തിരുത്തേണ്ടി വരുന്നു, LDF സ്ഥാനാർത്ഥിക്കും തിരുത്തേണ്ടി വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണം ആ വിഷയത്തിൽ നൽകേണ്ടി വരുന്നു എന്നതാണ് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം. അതിനപ്പുറം സജിത്ത്, ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. സ്ഥാനാർത്ഥികൾ ഏറ്റവും അവസാനം അവരുടെ വോട്ടുകൾ ഉറപ്പിക്കാനായി വോട്ടർമാരെ നേരിൽ കാണുന്ന ദിവസം കൂടിയാണ്. നമുക്കറിയാം, ഒരു പ്രചരണം അസാധ്യമാകും വിധം വലിയ രീതിയിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത്. പല വിഷയങ്ങൾ മാറി മറിഞ്ഞ തെരഞ്ഞെടുപ്പാണ്. ഈ അവസാന മണിക്കൂറുകൾ രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു? സ്വാഭാവികമാണ്. നിശബ്ദ പ്രചരണ ദിവസം അന്ന് കൂടുതൽ പരസ്യ നീക്കങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഇന്ന് പരസ്യ നീക്കങ്ങൾ മുന്നണിക്ക് മണ്ഡലത്തിന് പുറത്ത് ഈ വിവാദത്തിൽ നടന്നു എന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അല്പസമയത്തിനുള്ളിൽ BJPയും ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. കാരണം ജനസംഘം കാലത്ത് അന്ന് BJPയുടെ ആദ്യകാല രൂപമായ ജനസംഘവുമായുള്ള സഹകരണമാണ് പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ PK കൃഷ്ണദാസ് കൂടി ഈ വിഷയത്തിൽ ഏറ്റെടുക്കുകയാണ്. BJP കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഇന്നത്തെ ദിവസം സ്ഥാനാർത്ഥികൾ പൊതുവിൽ വോട്ടർമാരെ കൂടുതൽ നേരിൽ കാണുന്നതിന് വേണ്ടിയാണ് സമയം ചെലവഴിച്ചിരിക്കുന്നത്. നിലമ്പൂരിൻ്റെ മുക്കിലും മൂലയിലും അവസാന വട്ടവും ഓടിയെത്താനുള്ള തിരക്കിലാണ്. ഒപ്പം മുന്നണി സംവിധാനങ്ങൾ, പാർട്ടി അണികൾ നാളത്തെ പോളിംഗ് നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങളിലും സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. ഒരു വെല്ലുവിളി ഉയർത്തുന്ന കാര്യം കാലാവസ്ഥയുണ്ട്. കാരണം മഴ ശക്തമായി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് നിലമ്പൂരെ വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്ന പ്രശ്നമുണ്ട്. കാരണം മോശം കാലാവസ്ഥയിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ എത്താതെ മാറി നിന്നാൽ അത് തങ്ങളെ ബാധിച്ചേക്കാമെന്ന വിലയിരുത്തൽ ഇരു മുന്നണികൾക്കുമുണ്ട്. അതുകൊണ്ടുകൂടി വളരെ ജാഗ്രത ഇക്കാര്യത്തിൽ കാട്ടുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായാൽ പോലും വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ, ജനങ്ങളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതിനകം തന്നെ അവർ നടത്തിയിട്ടുണ്ട്. അത് നാളെ ഏറെ ഫലവത്തായി നടപ്പിലാക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ നിലമ്പൂരിൻ്റെ ജനവിധിയുടെ പ്രത്യേകതകൾ നമ്മൾ മുമ്പ് പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തതാണ്. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നതിനപ്പുറം നിലമ്പൂർ ഫലത്തിന് കേരളത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ, രാഷ്ട്രീയ പ്രത്യാഘാത സാധ്യതകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നയിക്കുന്നവരെ സംബന്ധിച്ചും നിർണായകമാണ്. സ്ഥാനാർത്ഥികൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് നയിച്ചവരുടെ കൂടി പരീക്ഷണ കാലഘട്ടം കൂടിയായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടം മാറിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. തീർച്ചയായും സജിത്ത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ എത്രമാത്രം നിർണായകമാണ് എന്നൊരു സാഹചര്യം സൂചിപ്പിച്ചു. ആവർത്തിച്ച് വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, അത് ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമുക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. പോളിംഗ് ശതമാനം എത്രമാത്രം ഉയരുന്നു, അല്ലെങ്കിൽ വലിയ വേരിയേഷൻസ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നതൊക്കെ നോക്കണം. ഒരു നിസ്സംഗത നിലമ്പൂരിലെ ജനതയ്ക്കുണ്ട് എന്നത് പല ഘട്ടങ്ങളിൽ വിലയിരുത്തപ്പെട്ടതാണ്. ഓരോ വോട്ടർമാരുടെയും ഓരോ വോട്ടും പ്രാധാന്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെന്നിരിക്കെ മുഴുവൻ ആളുകളെയും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുക, അതൊരു വാശിയായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കും എന്നാണ് കരുതുന്നത്. പോളിംഗ് ശതമാനം ഒരു തരത്തിലും കുറയാതെ സൂക്ഷിക്കുക എന്നതാണോ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നൽകുന്ന മുൻഗണന? പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മുന്നണികളുടെ സാധ്യതകളെ ബാധിക്കും, ഒരു തർക്കവുമില്ല കാര്യത്തിൽ. പ്രത്യേകിച്ച് അവരുടെ കണക്കെടുപ്പുകളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം അതിലുണ്ടാക്കുമെന്നത് വസ്തുതയാണ്. അവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു കാര്യം പ്രസക്തമാണ്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന പൊതുവികാരം പൊതുവിൽ നിലമ്പൂരിലുണ്ട്. പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ
പ്രചരണ കോലാഹലങ്ങളും നീക്കങ്ങളുമൊക്കെ നടന്നതുമാണ്. അപ്പോൾ അത് ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അതിശക്തമായ പ്രചരണ സംവിധാനങ്ങൾ ഒരുക്കി വന്നത്. കാരണം കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തണം. ഒരുപക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ കേഡർ വോട്ടർമാർ സ്വാഭാവികമായും ബൂത്തുകളിലെത്തും. അതിനപ്പുറം നിഷ്പക്ഷ വോട്ടർമാരെ എത്ര കണ്ട് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു വെല്ലുവിളി മുന്നിലുണ്ട്. നാളത്തെ ഒരു ദിവസം അതുകൊണ്ട് തന്നെ നിർണായകമാണ്. രണ്ട് വെല്ലുവിളികൾ: ഒന്ന് കാലാവസ്ഥ പ്രതികൂലമായാൽ, മറ്റൊന്ന് ഉപതെരഞ്ഞെടുപ്പിനോട് പൊതുവിൽ ഒരു വിമുഖത ജനങ്ങൾക്കിടയിൽ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന തിരിച്ചടി. ഈ രണ്ട് സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് ആളുകളെ എത്തിക്കുക എന്നൊരു വലിയ വെല്ലുവിളിയുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയമായ അവകാശവാദങ്ങൾ പ്രചരണത്തിലൂടെ സ്ഥാനാർത്ഥികളും മുന്നണികളും വോട്ടർമാരിലെത്തിച്ച കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് പോളിംഗ് ബൂത്തിലെത്തി തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കപ്പെടുന്നത് വരെ ഇത് നിർണായകമാണ്. അത് സ്വാഭാവികമായും പ്രതിസന്ധി ഉണ്ടാക്കും. നിലമ്പൂരിൽ 2,80,000-ഓളം വരുന്ന വോട്ടർമാരാണ് കണക്ക് പ്രകാരമുള്ളത്. ഇതിൽ 1,80,000-ഓളം വോട്ടുകൾ സാധാരണ രീതിയിൽ പോൾ ചെയ്യപ്പെട്ടേക്കാം എന്ന ഒരു പ്രതീക്ഷയുണ്ട്. കാരണം പോളിംഗ് ശതമാനത്തിൽ അത്ര മോശമൊന്നുമല്ല നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം. ഒരു കാര്യം കൂടി പരിശോധിച്ച് പോവാം. നമുക്കറിയാം, നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ മുഖത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഇടമാണ്. പ്രത്യേകിച്ച് 2011 സെൻസസ് ആണ് നമുക്ക് മുന്നിൽ ഒരു ഔദ്യോഗിക കണക്കായുള്ളത്. അതുപ്രകാരം ഹിന്ദു വോട്ടർമാർ തന്നെയാണ് അവിടെ കൂടുതൽ. രണ്ടാം സ്ഥാനത്ത് മുസ്ലിം വോട്ടർമാർ എന്നതാണ് ജാതി തിരിച്ചുള്ള ഒരു കണക്ക് നോക്കാവുന്നത്. പക്ഷേ സമീപകാല കണക്കുകൾ, അനൗദ്യോഗികമായ കണക്കുകൾ പ്രകാരം അത് മുസ്ലിം വോട്ടർമാരുടെ എണ്ണത്തിൽ തന്നെയാണ് പകുതിയിലധികവും കൂടുതൽ എന്നതാണ്. പിന്നീട് ഒരു സെൻസസ് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അതിലൊരു ഔദ്യോഗിക മുഖം കൈവരാത്തത്. പക്ഷേ അങ്ങനെ തന്നെയാണ് സാഹചര്യം. എന്തായാലും ന്യൂനപക്ഷ വോട്ടർമാർ നാളെ നിർണായകമാണ്, അവരുടെ വിധിയെഴുത്ത്. അതുകൊണ്ട് അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയ വിവാദമടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിവിട്ടുകൊണ്ട് മുസ്ലിം വിഭാഗത്തിലെ മറ്റൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ ഇടതുപക്ഷം നടത്തിയ ശ്രമങ്ങളുണ്ട്. അതിന് മറുപടിയായി അവസാനഘട്ടം തിരികേശം വിവാദമടക്കം UDF ഉയർത്തിവിടുന്നു. ഏറ്റവും ഒടുവിൽ MV ഗോവിന്ദൻ്റെ ഒരു നാവുപിഴ എന്ന അവരുടെ വാദം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രസ്താവന എന്ന അവരുടെ വാദമുണ്ടെങ്കിൽ കൂടിയും ഈ പ്രസ്താവനയും വലിയ വിവാദമാവുന്നു. അത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയമാണെന്ന് ഇരു മുന്നണികളും വിലയിരുത്തിയിട്ടുമുണ്ട്. തീർച്ചയായും. എന്തായാലും നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം പോലും വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല നിലമ്പൂരിനെ എന്നത് വേണം നമ്മൾ നോക്കിക്കാണാൻ. ഏറ്റവും അവസാനം MV ഗോവിന്ദന്റെ പ്രസ്താവന പോലും ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. സജിത്ത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോളിംഗ് പെർസെൻറ്റേജ് കുറയാതെ നോക്കുക. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിൽ എന്ന് തന്നെ പറയാം. അത് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. നാളെ രാവിലെ തന്നെ പോളിംഗ് ആരംഭിക്കും. കാലാവസ്ഥ എങ്ങനെയുണ്ടത് എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയുകയില്ല. അതിതീവ്ര മഴയുടെ പ്രചരണ കാലമാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ നാളെയും കാലാവസ്ഥ അനുകൂലമാകുമെന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ലാത്ത സാഹചര്യമാണ്. പോളിംഗിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഒക്കെ പൂർത്തിയായിട്ടുണ്ടോ? എങ്ങനെയാണ് സുരക്ഷ ഉൾപ്പെടെ എത്ര ബൂത്തുകൾ എങ്ങനെയൊക്കെ തിരിച്ചിരിക്കുന്നു? അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇതിൽ 7 മണി മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സാധാരണ രീതിയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏറെക്കുറെ അത് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന തിരക്കാണ്. പോളിംഗ് ബൂത്തിലെത്തി ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വലിയ പ്രത്യേക സംവിധാനങ്ങളൊന്നും പോളിംഗ് ബൂത്തിൽ ഒരുക്കേണ്ടതില്ല. നമുക്ക് മുൻപിലുണ്ടായിരുന്നത് കോവിഡ് കാലത്ത് നടന്ന പോളിംഗ് ഒക്കെയാണ്. പക്ഷേ അത്തരം ക്രമീകരണങ്ങളൊന്നും ഒരുക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. പക്ഷേ ഏറെ സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയും അത് സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളൊന്നും നിലമ്പൂരിലില്ല. പക്ഷേ കേന്ദ്രസേന അടക്കം വിന്യസിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രസേന നേരത്തെ തന്നെ റൂട്ട് മാർച്ച് നടത്തി അവിടുത്തെ സംവിധാനങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇന്നലത്തെ കൊട്ടിക്കലാശ സമയത്ത് പോലും വലിയ ആവേശം പ്രകടമായെങ്കിൽ കൂടിയും ഒരു സംഘർഷങ്ങളും ഉണ്ടാവാതെ തന്നെ അത് അവസാനിപ്പിക്കാനുമായി. അങ്ങനെ ബൂത്തുകൾ ഏതെങ്കിലും ഉണ്ടോ? പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. ആ പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലമ്പൂരിൽ അത്തരം വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല. പൊതുവിൽ സമാധാനപരമായി തന്നെ പോളിംഗ് നടത്താനാണ് സാധ്യത. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഏറെക്കുറെ സുഗമമായി തന്നെ പോളിംഗ് നടന്നേക്കും. സജിത്ത്, ഏറ്റവും അവസാനത്തെ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്നലെ കൊട്ടിക്കലാശത്തിൽ കണ്ടതാണ്. കൊട്ടിക്കലാശം കളറാക്കി എല്ലാവരും, ഇരു മുന്നണികളും അല്ലെങ്കിൽ 3 മുന്നണികളും അത് ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുമ്പോൾ അവിടെ നിന്ന് വേറിട്ട് ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു PV അൻവർ. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനം എത്തുമ്പോഴും അൻവർ തന്നെയാണ് അവിടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. കാരണം അൻവർ എത്ര വോട്ട് പിടിക്കുന്നു എന്നത് ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുമെങ്കിൽ അതൊരു വലിയ ഘടകമായി വരും. ഒരുപക്ഷെ അൻവർ ഒന്നുമല്ലാതെ ആകാൻ പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ അതും അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു ചർച്ചയാകും, അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളിലേക്ക് എത്തും. അപ്പോൾ അൻവറിന് എന്ത് സംഭവിക്കുന്നു എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം അൻവർ എവിടെയാണ്? എങ്ങനെയാണ് വോട്ടുറപ്പിക്കാനുള്ള അൻവറിന്റെ നീക്കങ്ങൾ?
PV അൻവർ ചില പ്രത്യേക പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വോട്ടഭ്യർത്ഥിക്കാനുള്ള വോട്ട് തേടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് അവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിലെ പ്രമുഖ വിഭാഗം വിഭാഗമാണ്, മർത്തോമാ സഭയാണ്. മർത്തോമാ സഭയുടെ അവിടുത്തെ ആസ്ഥാനത്തെത്തി അദ്ദേഹം ഇന്നലെ തന്നെ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുകയും വോട്ടഭ്യർത്ഥന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. PV അൻവർ ഇന്നലത്തെ കൊട്ടിക്കലാശ വേദിയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് വോട്ടർമാരെ കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. തൻ്റെ സൈലന്റ് ക്യാമ്പയിൻ എന്നതാണ് അൻവർ തന്നെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ആ സൈലന്റ് ക്യാമ്പയിനൊക്കെ എങ്ങനെ ഫലം കണ്ടു എന്നുകൂടി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. അൻവർ അവകാശപ്പെടുന്ന പോലെയുള്ള പോളിംഗ് നടക്കുമോ, അൻവറിന് വേണ്ടി അത്തരം വലിയൊരു ക്യാമ്പയിൻ ഉണ്ടാകുമോ എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഒരു 10,000-ൽ പരം വോട്ടുകൾ അൻവർ നേടിയേക്കാം എന്ന വിലയിരുത്തൽ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പൊതുവിലുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങളുടെ സാധ്യതകളെ ബാധിക്കില്ല എന്ന് തന്നെ അവർ കരുതുന്നു. പക്ഷേ അതിനപ്പുറമുള്ള ഒരു അടിയൊഴുക്കുകളിലൂടെ അൻവറിന് അനുകൂലമായ ഒരു തരംഗമായി അത് മാറിയെങ്കിൽ ഒരുപക്ഷേ അൻവർ രണ്ടാം സ്ഥാനത്ത് അവർ അവകാശപ്പെടുന്നത് പോലെ വരാനുള്ള സാധ്യത പോലും തള്ളിക്കളഞ്ഞുകൂടാ. എന്തായാലും നിലമ്പൂർ അവശേഷിപ്പിക്കുന്ന ഒരു സസ്പെൻസ് അൻവറിന് എത്ര വോട്ടുകൾ കിട്ടുമെന്ന ചോദ്യം തന്നെയാണ്. 9 വർഷമായി ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തി ആ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമുണ്ടായിരുന്ന സ്വാധീനം, രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറം വ്യക്തിപരമായ വോട്ടുകൾ അൻവറിനെ സ്വാധീനിക്കുമോ, അൻവറിന് അനുകൂലമാകുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ അവശേഷിക്കുന്ന സസ്പെൻസ് PV അൻവർ എത്ര വോട്ടുകൾ സമാഹരിക്കുമെന്നത്. ഇന്നലെ ഈ പരസ്യപ്രചാരണം കൊട്ടിക്കലാശിക്കുന്ന ദിവസം എല്ലാവരും മുന്നണി നേതാക്കളൊക്കെയും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. 15,000-ന് മുകളിൽ വോട്ടിന് വിജയമുറപ്പ് എന്ന് UDF പറയുമ്പോൾ ഈ കാറ്റ് ഞങ്ങൾക്ക് അനുകൂലമാണ് നിലമ്പൂരിൽ എന്നതായിരുന്നു LDF-ന്റെ അവകാശവാദം. NDAയും അവസാന ഘട്ടം പ്രചരണത്തിൽ സജീവമാകുന്നു. അവരും നില മെച്ചപ്പെടുത്താനാകും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം അത്തരം അവകാശവാദങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ അതേ ആത്മവിശ്വാസം മുന്നണികൾ വെച്ച് പുലർത്തുന്നുണ്ടോ? ഒരു തരത്തിലും പ്രവചനം സാധ്യമാകുന്നില്ല, അല്ലെങ്കിൽ കൂട്ടിക്കീഴ്ച ഒരു തീർപ്പിലേക്ക് എത്താൻ മുന്നണികൾക്ക് പോലും കഴിയാത്ത സാഹചര്യം നിലമ്പൂർ ഇപ്പോഴും, ആ സസ്പെൻസ് ഇപ്പോഴും നിലമ്പൂർ കാത്തുവെക്കുകയാണ്. രേണുക, അറിയാലോ, സ്വാഭാവികമാണ്. മുന്നണികൾ അവരുടെ അവകാശവാദം ഉന്നയിക്കപ്പെടും. അത് ഇത്തവണയും ഉന്നയിച്ചു. ഇന്നും സ്ഥാനാർത്ഥികൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒരുപക്ഷെ നാളെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം അല്പം കൂടി മനസ്സ് തുറന്നുള്ള രാഷ്ട്രീയ നീക്കം മൂന്ന് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതാം. UDF ക്യാമ്പ് ഇന്നലെ തന്നെ അവരുടെ 15,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന അവകാശവാദം മുന്നോട്ട് വെച്ചതാണ്. ഇടത് ക്യാമ്പും ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ സ്വരാജിലൂടെ വിജയിച്ച് കയറും എന്ന് തന്നെ ഇടത് ക്യാമ്പും വെക്കുന്നു. ഇന്ന് രാവിലെ പുറത്തു വന്ന സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളും മുന്നണി നേതാക്കളുടെ പ്രതികരണവും എല്ലാം ആ സൂചനകൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ ചില അടിയൊഴുക്കുകളെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. ആ അടിയൊഴുക്കുകൾ PV അൻവർ എന്ന സ്ഥാനാർത്ഥി ഒരുപക്ഷെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വോട്ടുകളാണ്. കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മുഖത്തിന് വ്യത്യസ്തമായി ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ സാഹചര്യമാണ് എല്ലാവർക്കും പ്രവചനങ്ങൾക്ക് അതീതമായ സാഹചര്യം ഉണ്ടാക്കുന്നത്. സാധാരണ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം തന്നെ പരിശോധിക്കുമ്പോൾ ഇടതു വലതു മുന്നണികളും ഒപ്പം BJP സമാഹരിക്കാറുള്ള ഒരു ചെറുതു ശതമാനം വോട്ടുകളും, ഇതാണ് പൊതുചിത്രം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇരു മുന്നണികളെയും, പ്രത്യേകിച്ച് ഇടതു വലതു മുന്നണികളിലെ വോട്ടുകളെ സ്വാധീനിക്കപ്പെടുക PV അൻവറിൻ്റെ നീക്കമാണ്. അതുകൊണ്ട് അൻവർ സമാഹരിക്കുന്ന വോട്ടുകൾ ആർക്കൊപ്പം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. PV അൻവർ മത്സരരംഗത്തേക്ക് വന്നപ്പോൾ ആദ്യം ഭയപ്പെട്ടത് യഥാർത്ഥത്തിൽ UDF ആണ്. കാരണം UDF-ന്റെ വോട്ടുകളാണ് ചോർത്തപ്പെടുക എന്ന ചോദ്യമാണ്. പക്ഷേ UDF-ന്റെ ചില കണക്കുകൾ സമാഹരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മവിശ്വാസം തങ്ങളുടെ കേഡർ വോട്ടുകൾ തങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും. മറിച്ച് അൻവർ സമാഹരിക്കാൻ കൂടുതൽ സാധ്യത ഇടതു ക്യാമ്പിൽ നിന്നുള്ള വോട്ടുകളാണ്. 9 വർഷമായി ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഇടതു വോട്ടുകളെയായിരിക്കും സ്വാധീനിക്കാൻ കഴിയുക എന്ന കണക്കുകൂട്ടലും ആത്മവിശ്വാസവും UDF-നുണ്ട്. അതേസമയം മറിച്ചൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇടതുപക്ഷവും LDF-ഉം. കാരണം അവരുടെ കണക്ക് ഇങ്ങനെയാണ്. കാരണം അൻവർ എന്ന വ്യക്തി ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ്, ന്യൂനപക്ഷ മുഖമുള്ള വ്യക്തിയാണ്. സ്വാഭാവികമായും ന്യൂനപക്ഷ വോട്ടുകളെയും കോൺഗ്രസ് വോട്ടുകളിൽ നിന്നും ഒരു ചോർച്ചയുണ്ടാകും. മുൻകാലങ്ങളിൽ കഴിഞ്ഞ 2 ടേമിലും ഇടതുപക്ഷം ആ മണ്ഡലത്തിൽ വിജയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള PV അൻവർ വോട്ട് ചോർത്തിയതാണ്. സ്വാഭാവികമായും ആ സമാന സാഹചര്യം ഇത്തവണ ഉണ്ടാവുകയും ഇടതുപക്ഷത്തിൻ്റെ കേഡർ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുകയും ഒരു ചെറു ന്യൂനപക്ഷം നിഷ്പക്ഷ വോട്ടുകൾ കൂടി വിജയിച്ച് കയറാം. ഇതാണ് ഇടതുമുന്നണിയുടെ കണക്ക്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ PV അൻവർ സമാഹരിക്കുന്ന വോട്ടുകൾ, അദ്ദേഹം സ്വാധീനിക്കുന്ന വോട്ടുകൾ, അത് ജയപരാജയങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യം വ്യക്തമാണ്. ഒപ്പം അൻവറിന് അദ്ദേഹത്തിന് 10,000-ൽ പരം വോട്ടുകൾ സമാഹരിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ അവകാശവാദങ്ങളിലൊന്നും ഒരു കഴമുണ്ടായില്ല എന്ന ഒരു വസ്തുത കൂടി തെളിയിക്കപ്പെടുകയും ചെയ്യും. തീർച്ചയായും. എന്തായാലും പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമായി അൻവർ തുടങ്ങിയ പറഞ്ഞുവെച്ച് രാജിവെച്ച് പുറത്തു വന്ന അൻവർ തുടങ്ങിവെച്ച പോരാട്ടമാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. അത് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം എത്തി നിൽക്കുകയാണ്. ഇന്നും ശ്രദ്ധാകേന്ദ്രം അൻവറാണ്.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഒരു പ്രവചന സാധ്യതയില്ലാതാക്കിയത് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വവും അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വവുമാണ്. ഇപ്പോഴും അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അൻവർ പിടിക്കുന്ന വോട്ട് അവിടെ ജയപരാജയം നിർണ്ണയിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും പിടിതരുന്നില്ല നിലമ്പൂർ. ആ രീതിയിൽ സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മണ്ഡലമായി നിലമ്പൂർ തുടരുന്നു. ഏറ്റവും അവസാനത്തെ വോട്ടും ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ഈ നിശബ്ദ പ്രചരണ ദിവസം സ്ഥാനാർത്ഥികൾ അവിടെ. നമ്മളായി അടുത്തതായി പോകുന്നത് ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ പ്രതിയായ കൈക്കൂലി കേസിൽ ശേഖർ കുമാറിന്റെ സ്ഥലമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല എന്ന വിജിലൻസിന്റെ പരാമർശത്തിലേക്കാണ്. 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ മേഘാലയയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. കേസിനോട് സഹകരിക്കണമെന്ന് ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധിയും നീട്ടി. കോടതി ഇടപെടലുകൾ അന്വേഷണത്തിന് അനുകൂലമാണെന്ന വിലയിരുത്തലാണ് വിജിലൻസിനുള്ളത്. കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ നിർണായക നീക്കം നടത്താൻ കഴിയുമെന്നും വിജിലൻസ് പ്രതീക്ഷിക്കുന്നു. ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്വേഷണത്തോട് സഹകരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ട്രാൻസ്ഫർ നമുക്കൊരു പ്രശ്നമായി വരില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ കുറച്ചായില്ല അന്വേഷണം തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ അന്വേഷണം നമുക്ക് കുറച്ച് കൂടുതൽ അന്വേഷിക്കാനുണ്ട്. ഇപ്പോൾ 50,000-ഓളം വോയിസ് ചാറ്റ്സും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഏകദേശം വെരിഫൈ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ്. ഇനി കുറച്ച് ഒരു 3 ലക്ഷത്തിൽ പരം മറ്റ് ഡാറ്റയുണ്ട് നമുക്ക്. അത് നമ്മുടെ പരിശോധന തുടർന്നു വരികയാണ്. അപ്പോൾ അതാണ് എടുക്കുന്ന സമയം. അപ്പോൾ തീർച്ചയായിട്ടും യാതൊരു സംശയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ 2 ആഴ്ച നമുക്ക് നീട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിജിലൻസ് SP S ശശിധരന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ സ്ഥലമാറ്റം യാതൊരു തരത്തിലും അന്വേഷണത്തെ ബാധിക്കില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഡാനി ഇപ്പോൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ED എന്ന സംവിധാനത്തെ എങ്ങനെയൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നു, അതിലെ ഉദ്യോഗസ്ഥർ എന്നതുൾപ്പെടെ പുറത്തു കാട്ടാൻ കഴിയുന്ന ഒരു കേസാണ്. ആ നിലയിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസ് കൂടിയാണ്. അവിടെയാണ് ഒരു സ്ഥലം മാറ്റം ഈ കേസിലെ പ്രതിക്ക് ഉണ്ടാകുന്നത്. അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് വിജിലൻസ് പറയുന്നു. എന്താണ് SP ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഈ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ കേസിനെ ബാധിക്കാതെ നോക്കുമെന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കേസിലെ 1-ാം പ്രതിയായ ശേഖർ കുമാറിന് ഇതുവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നോട്ടീസ് നൽകാനോ പോലും വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല എന്നത് നിലവിൽ എടുത്തിരിക്കുന്ന കേസ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആയതുകൊണ്ട് മാത്രമാണ്. 2, 3, 4 പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ 1-ാം പ്രതി ഈ കേസിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലേക്ക് തെളിവുകൾ സമാഹരിക്കാനോ ശേഖരിക്കാനോ വിജിലൻസിന് ഇതുവരെയും വ്യക്തമായും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നോട്ടീസ് അയക്കാൻ പോലും കഴിയാതിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ശേഖർ കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തൻ്റെ മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2 തവണയായി വാദം നടക്കുന്നു. അതിൽ കേസ് പരിഗണിക്കുമ്പോൾ ഒടുവിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കേസിൻ്റെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നത് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം വിജിലൻസിനോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇനിയുള്ള വിശദാംശങ്ങൾ സമാഹരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വിജിലൻസ് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് 2, 3, 4 പ്രതികളുടെ ഡിജിറ്റൽ റെക്കോർഡുകൾ പരിശോധിക്കുകയാണ്. മൊബൈൽ ഫോൺ അടക്കമുള്ള ഡാറ്റകളെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. ഇത് ഈ 1-ാം പ്രതിയുമായി ബന്ധമുള്ളതാണ്. ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് നോട്ടീസ് നൽകുക. കാരണം കൂടുതൽ തെളിവുകൾ സമാഹരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയ ശ്രമത്തിലാണെന്നാണ് വിജിലൻസ് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കവെയാണ് ഈ ശേഖർ കുമാറിനെ മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റുന്നത്. ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് മേഘാലയയിലേക്കാണ്. അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറ്റ് 18 ഉദ്യോഗസ്ഥർക്ക് വിവിധ ഇടങ്ങളിൽ ദേശവ്യാപകമായിട്ട് സ്ഥലം മാറ്റം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്ഥലം മാറ്റം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കേസ് ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു. ആ റിപ്പോർട്ടും അവർക്ക് ലഭിച്ചിരുന്നു. ഇതിനൊടുവിലാണ് ഈ ശേഖർ കുമാറിനെയും ഈ സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ വിജിലൻസ് പറയുന്നത് ഈ സ്ഥലം മാറ്റം ഈ കേസിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ കേസുമായി സഹകരിച്ച് പോകണമെന്ന കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ജാമ്യം അതിൻ്റെ ഒരു പ്രാബല്യം കുറച്ച് ദിവസത്തേക്ക് കൂടി നീട്ടി നൽകിയിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ
ഈ കേസിൽ നിന്ന് ഇദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയുകയില്ല. തങ്ങളാകട്ടെ ഇതിൻ്റെ അന്വേഷണവുമായി ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. നേരത്തെയും വിജിലൻസ് ഇതിൽ പറയുന്ന ഒരു കമ്പനി സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഇത് കടലാസ് കമ്പനി മാത്രമാണെന്ന് വ്യക്തമാകുകയും ചെയ്തിരുന്നു. ആ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇനിയുള്ള ഈ ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയും എല്ലാം ഈ കേസിൽ നിർണായകമാണ്. അതുകൂടി വരുമ്പോഴേക്കും ഹൈക്കോടതി അനുവദിച്ച ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയും. അതിനുശേഷമായിരിക്കും ഈ ശേഖർ കുമാറിന് നോട്ടീസ് അയക്കുക തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. നടപടി ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ, കാരണം അദ്ദേഹം ഒരു ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായും അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് തന്നെ നോട്ടീസ് കീഴ്വഴക്കമനുസരിച്ചുകൊണ്ട് ഈ വിശദമായ വസ്തുതകൾ അതിൻ്റെ മേലധികാരിയെ ബോധിപ്പിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് ശേഖർ കുമാറിന് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്ത് വിളിപ്പിക്കുക എന്ന രീതിയിലേക്കാണ് വിജിലൻസ് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥലം മാറ്റം അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നത് തന്നെയാണ് വിജിലൻസ് വിശദീകരിക്കുന്നത്. ഡാനി, കൊല്ലം സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് കേസ് ഒതുക്കി തീർക്കാൻ കൈക്കൂലി വാങ്ങി എന്നതാണ് ഇയാൾക്കെതിരായിട്ടുള്ള കേസ്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇയാളിലേക്ക് എത്താൻ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് എന്നത് വിജിലൻസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നതാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ SP നൽകിയിട്ടുണ്ടോ? ഇതിൻ്റെ പൊതുവെയുള്ള അന്വേഷണം ഇവരുമായി ബന്ധപ്പെടുത്തി ഇവരിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള കൂടുതൽ തെളിവ് ശേഖരണം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് സാധ്യമായിട്ടുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതും അത് തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുകയാണ്. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ഡിജിറ്റൽ തെളിവുകൾ തന്നെയായിരിക്കും ഈ കേസിൽ ഒരുപക്ഷെ ഏറ്റവും നിർണായകമാകുക. അല്ലെങ്കിൽ ഈ ശേഖർ കുമാറിനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ അവിടെയാണ് വിജിലൻസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. നാളിതുവരെ ആയിട്ടും വലിയ രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ മുംബൈയിലെ ഒരു കടലാസ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പരിശോധനയിൽ പോലും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ പോലും അത് 2, 3, 4 പ്രതികളാണ്. ഈ 2 ഇടനിലക്കാരും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും ഉൾപ്പെടുന്ന അവർ മാത്രമാണ് ഈ രീതിയിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോഴും ശേഖർ കുമാറിലേക്ക് എത്താനായിട്ട് ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇനി അവശേഷിക്കുന്നത് ഡിജിറ്റൽ തെളിവുകളുടെ ഒരു സാധ്യതയും അത് പൂരിപ്പിക്കലുമാണ്. അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോറൻസിക് പരിശോധന അടക്കം ഇത്തരം കാര്യങ്ങളിൽ ഈ തെളിവുകളുടെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം മറ്റൊന്ന്, ഈ ഹൈക്കോടതിയിൽ ഈ പരാതിക്കാരനെ അനീഷ് കുമാർ നൽകിയ ഒരു ഹർജിയുണ്ട്. തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നതെല്ലാം തന്നെ ആവശ്യപ്പെടുന്നു. തന്നെ പീഡിപ്പിക്കുകയാണ് ഇല്ലാത്ത കേസിൻ്റെ പേരിലെന്നെല്ലാം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ED പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് ചില വിവരശേഖരങ്ങളുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇയാളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അത് ഈ കേസിൻ്റെ നടപടിക്രമങ്ങളിൽ അത്യന്താപേക്ഷിതവുമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിൽ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ അന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ ചില നീക്കങ്ങൾ കോടതിയിലും നടക്കുന്നുവെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇതിൽ ശേഖർ കുമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകുകയും അതിന് വിജിലൻസ് നൽകിയ വിശദീകരണവുമെല്ലാം. വിജിലൻസ് ഇതുവരെയും തെളിവുകളിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയാനായിട്ട് സാധിക്കുന്നത്. വിശദമായ രീതിയിലുള്ള കാര്യങ്ങൾ, അത് ഈ ഡിജിറ്റൽ കാര്യങ്ങൾ, മൊബൈൽ ഫോണും മറ്റും അടക്കമുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഒരു പരിശോധനയിലൂടെ സാധ്യമാകും. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വിജിലൻസ് പറയുന്നത്. ശരി, എന്തായാലും ശേഖർ കുമാറിന്റെ സ്ഥലമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് വിജിലൻസ് പറയുന്നു. മാത്രവുമല്ല, ഇതുവരെയുള്ള കോടതി നടപടികൾ തങ്ങൾക്ക് അനുകൂല സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന ഒരു ആത്മവിശ്വാസം കൂടിയാണ് വിജിലൻസ് രേഖപ്പെടുത്തുന്നത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതു ശൗചാലയങ്ങളല്ലെന്ന് ഹൈക്കോടതി. പമ്പുകളിലെ ശൗചാലയങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമാണ്. പെട്രോളിയം വ്യാപാരികളുടെ സംഘടന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടാകുന്നത്. നിയമകാര്യ ലേഖകൻ CN പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകും. CN പ്രകാശ്, ഇത് പലപ്പോഴും പലയിടങ്ങളിലും വലിയ തർക്കത്തിനും നിയമ പോരാട്ടങ്ങൾക്കും ഒക്കെ ഇടയാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ അതിലൊരു വ്യക്തത വരുത്തുകയാണോ കോടതി എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചത്? തീർച്ചയായിട്ടും നിർദ്ദേശിച്ചിരിക്കുന്നു. പൊതുവായ ഒരു ധാരണ
ഇത് പൊതു ശൗചാലയങ്ങളാണ് എന്നൊരു ധാരണ നിലനിന്നിരുന്നു. അതുകൊണ്ട് വ്യാപകമായി സഞ്ചാരികൾ, യാത്രക്കാർ എല്ലാം ഈ പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങളെ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പമ്പ് ഉടമകൾ എതിർപ്പ് അറിയിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയിട്ടുള്ള കത്തിടപാടുകളിലെല്ലാം തന്നെ പറയുന്നത് ഇത് പൊതു ശൗചാലയങ്ങൾ എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ആണ്. എന്നാൽ ഇത് പൊതു ശൗചാലയമല്ലെന്നും പമ്പ് ഉടമകളുടെ ഇന്ധന ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ളതും അവരുടെ ജീവനക്കാർക്ക് വേണ്ടിയുള്ളതുമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് CS ഡയസിന്റെ സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. പമ്പുകളിലെ ശൗചാലയങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. പെട്രോളിയം വ്യാപാരികളുടെ സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. പെട്രോൾ പമ്പുകൾ പൊതു ശൗചാലയങ്ങളാകാനുള്ള സർക്കാർ നടപടി തടഞ്ഞു. പെട്രോൾ പമ്പുകൾക്ക് നിർദ്ദേശം നൽകുന്നതിനും ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും ഇത്തരത്തിലൊരു നിർദ്ദേശം പൊതു ശൗചാലയങ്ങളാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പമ്പ് ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് ചില പമ്പ് ഉടമകൾ അസോസിയേഷനുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളും സംഘടനകളടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു ശൗചാലയങ്ങൾ സ്ഥാപനങ്ങളും സർക്കാരുമാണ് സന്നദ്ധമാക്കേണ്ടത്, അത് നിർമ്മിക്കേണ്ടത്. അത് പെട്രോൾ പമ്പ് ഉടമകളുടെ ഭാഗമായിട്ടല്ല അത് നിറവേറ്റേണ്ടത് എന്നും കോടതി പറഞ്ഞു വെക്കുന്നു. തീർച്ചയായും എന്തായാലും ആ തർക്കത്തിൽ ഒരു തീർപ്പ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ തന്നെ അതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഇത് പൊതു ശൗചാലയങ്ങളല്ല എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. ഉപഭോക്താക്കൾക്കും ഒപ്പം തന്നെ ജീവനക്കാർക്കും വേണ്ടിയുള്ളതാണ് എന്ന വ്യക്തത കോടതി ഇക്കാര്യത്തിൽ വരുത്തുന്നു. അപ്പോഴും ശ്രീ CN പ്രകാശ്, ഇവിടെ പല പെട്രോൾ പമ്പുകളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്ത പെട്രോൾ പമ്പുകൾ, അല്ലെങ്കിൽ ഇത് ഉപയോഗയോഗ്യമല്ലാത്തത് ഈ ശൗചാലയങ്ങൾ ഉണ്ട് എന്നത് ഉപഭോക്താക്കളെ അല്ലെങ്കിൽ അവിടെ എത്തുന്നവരെ അറിയിക്കുകയോ അവർക്ക് ആ സൗകര്യം ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കുകയോ ചെയ്യാത്ത സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? ഈ ഹർജിയിൽ ഈ പെട്രോളിയം പമ്പ് ഉടമകൾ, ഇന്ധന പമ്പുകളുടെ ഉടമകളുടെ അസോസിയേഷൻ നൽകിയ ഹർജിയിൽ ഇത്തരത്തിൽ നിരവധി സംഘടനകൾ ഉണ്ടാകുന്ന സാഹചര്യം ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വലിയ ടൂറിസ്റ്റ് ബസ്സുകളിൽ നൂറുകണക്കിന് ടൂറിസ്റ്റുകളുമായി, അത് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുമായി പമ്പുകളിൽ എത്തുകയും അവർ പെട്രോൾ പമ്പിലെ ശൗചാലയങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇത് സൃഷ്ടിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ ജീവനക്കാർ ചൂണ്ടിക്കാട്ടുകയും ഒപ്പം തന്നെ ജീവനക്കാരുമായി സംഘടനത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ശൗചാലയങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല അത് വൃത്തിയായി ഉപയോഗിക്കുക എന്ന കടമയും പെട്രോൾ പമ്പ് ഉടമകൾ നിർവഹിക്കുന്നു. പക്ഷേ ഇത് ഒരു പൊതു ശൗചാലയങ്ങളാണെന്ന പൊതുധാരണയിലാണ് ജനങ്ങൾ ഇങ്ങനെ പെട്രോൾ പമ്പുകളെയും ഒപ്പം തന്നെ ടൂറിസ്റ്റ് ബസ്സുകളടക്കം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ ഉടമകൾ ഹൈക്കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതി നിർണായകമായ ഈ ഉത്തരവ്, ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്, ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ. പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ അത് പൊതു ശൗചാലയങ്ങളല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തത വരുത്തുന്നത്. പമ്പുകളിലെ ശൗചാലയങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമായി ഉള്ളതാണ്, അവിടുത്തെ ജീവനക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പെട്രോളിയം വ്യാപാരികളുടെ സംഘടന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഈ കാര്യങ്ങളിൽ തീർപ്പാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു നിലമ്പൂരിലെ ഒരു ദൃശ്യത്തിലേക്കാണ് പോകുന്നത്. നിലമ്പൂരിൽ ഗോത്ര വിഭാഗങ്ങൾ അടക്കമുള്ള വോട്ടർമാരിലേക്ക് പോളിംഗ് സാമഗ്രികൾ എത്തിക്കുക വലിയ വെല്ലുവിളിയാണ്. ഏറെ സാഹസികമായാണ് ചാലിയാർ പുഴയിലൂടെ പോളിംഗ് സാമഗ്രികൾ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അവിടെ നിന്നും BV അരുൺ നമുക്കൊപ്പം ചേരുന്നു. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ സാഹസികമായി ചാലിയാറിലൂടെ യാത്ര ചെയ്ത് അവർ എത്തിയിരിക്കുന്നു അവിടെ എന്നാണ് മനസ്സിലാകുന്നത്. അരുൺ, ഇത് യാത്ര പുറപ്പെട്ടതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണോ അതോ അവിടേക്ക് എത്തിച്ചേർന്ന ദൃശ്യങ്ങളാണോ നമ്മൾ കാണുന്നത്? തത്സമയ ദൃശ്യങ്ങളാണ് രേണുക നമ്മൾ കാണുന്നത്. ജനാധിപത്യത്തിന്റെ ഒരു മഹത്വം, ഒരു ഭംഗി എന്നത് കൂടിയാണത്. കാരണം
വോട്ടർമാർ എല്ലാവരും തുല്യരാണ്. അവർ എവിടെയുള്ളവരാണെങ്കിലും അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന അത് ഉറപ്പുവരുത്തുന്നു. ആ ഭരണഘടനയുടെ ഉറപ്പുവരുത്തുന്ന അവകാശം സാധാരണക്കാരായ വിഭാഗങ്ങൾ താമസിക്കുന്ന ഉന്നതികളിലേക്ക് 4 ഉന്നതികളിലെ 273 വോട്ടർമാരാണുള്ളത്. വാണിയമ്പുഴയാണെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ വാണിയമ്പുഴയിലെ 4 ഉന്നതികളിലുള്ള വോട്ടർമാർക്ക് ഈ വോട്ടിംഗ് സാമഗ്രികളുമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എത്ര എളുപ്പമല്ല എത്തിച്ചേരാൻ. ഒരു കുത്തിയൊഴുകുന്ന ചാലിയാർ പുഴ കടന്നു വേണം ഇവിടേക്ക് ആളുകൾക്ക്, താമസക്കാർക്ക് എത്താനുള്ളത്. അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർക്കും എത്താൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലധികം സംവിധാനങ്ങൾ, സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഴുവൻ സംവിധാനങ്ങളും ഈ 271 വോട്ടർമാർക്കായി മാറ്റിവെക്കുകയാണ്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് NDRFന്റെ സംഘം ഇവിടെയുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, ഒരു സബ് കളക്ടർ, അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാ സംവിധാനങ്ങളുമായി ഇവിടെ വോട്ടർമാർക്ക്, ഈ ഉന്നതികളിലെ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുകയാണ് സർക്കാർ. 271 വോട്ടർമാർ. വാണിയമ്പുഴയിലെ ഇരുട്ടുകുത്തി ഉന്നതി, വാണിയമ്പുഴ, തരിപ്പപൊട്ടി, കുമ്പളപ്പാറ, ഇങ്ങനെ ഇവിടങ്ങളിലാണ് 271 വോട്ടർമാർ ഉള്ളത്. ആ വോട്ടർമാർക്ക് നാളെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാനുള്ള വോട്ടിംഗ് സാമഗ്രികളുമായാണ് EVM മെഷീൻ അടക്കമുള്ള വോട്ടിംഗ് സാമഗ്രികളും പോളിംഗ് ഉദ്യോഗസ്ഥരുമാണ് ഇവിടേക്ക് എത്തുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി അതിലേക്ക് പോയാൽ, കുത്തി ഒലിക്കുന്ന ചാലിയാർ പുഴ, ഈ പുഴ മുറിച്ചു കടന്നാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. ഫയർഫോഴ്സിന്റെ NDRFന്റെ സംഘം ഇവിടെ നേരത്തെ തന്നെ ഈ നിലമ്പൂരിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ നേരത്തെ എത്തിയിരുന്നു. ഒരു NDR സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യും. രാത്രി ഇവിടെ വെളിച്ചത്തിനും മറ്റും ജനറേറ്റർ സംവിധാനവും ഒക്കെ എത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ജനാധിപത്യത്തിന്റെ അവകാശം, ജനാധിപത്യത്തിന്റെ ഉത്സവം അത് ഒരാൾക്ക് പോലും ഒഴിവായി പോകരുത്, അല്ലെങ്കിൽ നഷ്ടപ്പെടരുന്ന ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ പോളിംഗ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇന്ന് താമസിച്ചാണ് 271 വോട്ടർമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുക. ഇവിടെ ഈ ഒരു കെട്ടിടം, നേരത്തെയുള്ള കെട്ടിടമാണ്, അവിടെയാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. തീർത്തും ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ആളുകൾക്ക് പോകണമെങ്കിൽ അത്ര എളുപ്പം ഒരു ചങ്ങാടമാണ് അവർക്കുള്ളത്. ഒരു പാലം, നേരത്തെയൊക്കെ വിവാദമായ ഒരു സ്ഥലം കൂടിയാണത്. പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ സന്ദർശിച്ചു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇവിടെ പാലമില്ല എന്ന് പറഞ്ഞ് റീഡ് ചെയ്യാൻ വന്നതും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമൊക്കെ നമ്മൾ കണ്ടത് ആ പ്രദേശമാണത്, ഇരുട്ടുകുത്തി. ആ പ്രദേശത്തെ ആ പാലമാണ്, നിർമ്മാണം പുരോഗമിക്കുന്ന പാലമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആ പാലം പൂർത്തിയായെങ്കിൽ ഈ ഒരു ഒരുപക്ഷേ ഇതൊരു ഈ ഏറ്റവും അവസാന തെരഞ്ഞെടുപ്പാകാം. ഇത്തരത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പുഴ മുറിച്ചു കടന്ന് വരേണ്ട ശക്തമായ മഴയും ഈ ചാലിയാറിന്റെ കുത്തൊഴുക്കും ഉള്ളത് കൊണ്ടാണ് ഇത്തവണ ഈ ചങ്ങാടം ഉപേക്ഷിച്ച് ഈ ഫയർഫോഴ്സിന്റെ ബോട്ടുകളിൽ താൽക്കാലിക സംവിധാനങ്ങളിൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത്. അടുത്ത തവണ ഒരുപക്ഷെ കുറച്ചുകൂടി എളുപ്പമാകാം. ഇത്തരൊരു വാർത്ത ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഇവിടെ ഒരു പാലം യാഥാർത്ഥ്യമായേക്കാം. അതിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഏതായാലും ആ വിവാദം കൂടി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നാളെയാണ് തെരഞ്ഞെടുപ്പ്, നാളെയാണ് വോട്ടെടുപ്പ്. ആ വോട്ടെടുപ്പിൽ എല്ലാ പൗരന്മാർക്കും, ഈ വോട്ടർ പട്ടികയിൽ പേരുള്ള നിലമ്പൂരിലെ മുഴുവൻ പൗരന്മാർക്കും വോട്ടവകാശം രേഖപ്പെടുത്താൻ ഒരേപോലെ അവകാശമാണ്. അതിൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരോ നഗരങ്ങളിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉന്നതികളിൽ താമസിക്കുന്നവരോ എന്ന വ്യത്യാസമില്ല. ഈ 4 നഗരങ്ങളിലെയും ആളുകൾ ഇവിടെ നാളെ വോട്ട് ചെയ്യാനെത്തും. 271 ആളുകളുണ്ട്. അവർക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്, പരാതിയുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് അവരും വോട്ട് ചെയ്യാനെത്തുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സർക്കാരിന്റെയും പ്രതീക്ഷ. നിലമ്പൂർ വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഉന്നതികളിലെ വോട്ടർമാരും നാളെ ഇവിടെ ഈ ബൂത്തുകളിലെത്തി 4 ബൂത്തുകളാണ്, ഒരു ബൂത്താണ് ഇവിടെ ഉള്ളത്. 204 കോളനികളായി നിന്നുള്ള 271 വോട്ടർമാർ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തും. എല്ലാ സംവിധാനങ്ങളും, വൈദ്യുതി പോയാൽ അതിനുള്ള പരിഹാര സംവിധാനങ്ങളടക്കം, പകരം സംവിധാനങ്ങളടക്കം ഇവിടെ ഒരുക്കുന്നുണ്ട്. NDRFന്റെ ഫയർഫോഴ്സിന്റെ ഒരു സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ പുഴ ഇനിയും മഴ ശക്തമായി നിന്നാൽ ഒരുപക്ഷെ ഇതിന്റെ ഒഴുക്ക് കൂടാം. ഇതിലും ശക്തമായി ചാലിയാർ പുഴ ഒഴുകാം. വയനാട്ടിൽ മഴ പെയ്താൽ പോലും അതിശക്തമായ വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്. നമ്മൾ വയനാട് ദുരന്ത സമയം നമ്മൾ കണ്ടതാണ് ചാലിയാറും വയനാടുമായുള്ള അത്തരത്തിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ വയനാട് ശക്തമായ മഴ പെയ്താൽ പോലും ഇവിടെ വെള്ളം ഒഴുകും. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടസ്സപ്പെടും. അതിനു മുമ്പ് തന്നെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയാണ് ഇവിടെ. ഏത് പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ ഈ നാട്ടുകാർക്കുള്ള അവസരം കളയാതിരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ കരുതലായി കൂടി നമ്മൾ ഈ ഒരു പ്രവൃത്തിയെ കാണണം.
തീർച്ചയായും എന്തായാലും ഓരോ വോട്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഓരോ വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പോൾ ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. നിലമ്പൂരിൽ ഗോത്രവിഭാഗങ്ങൾ അടക്കമുള്ള വോട്ടർമാരിലേക്ക് പോളിംഗ് സാമഗ്രികൾ എത്തിക്കുന്നു. നമ്മൾ ഇപ്പോൾ കണ്ടത് വാണിയമ്പുഴയിലെ 4 ഉന്നതികളിലേക്ക് അവർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ എത്തുന്നതാണ്. അത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ചാലിയാറിലൂടെയുള്ള യാത്ര, അവിടുത്തെ അത്രയും ബുദ്ധിമുട്ടുകൾ താണ്ടി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പോളിംഗ് സാമഗ്രികളുമായി അവിടെ എത്തിയിരിക്കുന്നു. 271 പേർക്കാണ് അവിടെ വോട്ട് ഉള്ളത്. ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ഉദ്യോഗസ്ഥർ അവിടെ. വിവരങ്ങൾ നൽകിയത്. ഒരിടവേള. കോഴിക്കോട് തീരത്ത് വാൻഹായ് കപ്പൽ തീപിടിച്ച സംഭവത്തിൽ നിയമ നടപടികൾ തുടരുന്നുവെന്ന് കോസ്റ്റൽ AIG പഥം സിംഗ്. മംഗലാപുരത്ത് പോയി ക്രൂവിന്റെ മൊഴിയെടുക്കും. പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയെന്നും AIG അറിയിച്ചു. വേനായി ഒരു പുതിയ വേനായി 503 എതിരെ നമുക്ക് കേസ് എടുത്തിട്ടുണ്ട്. ഇന്നലെ ഒരു പെറ്റീഷണർ ഒരു കംപ്ലൈൻറ്റ് പരാതി പ്രകാരമാണ് കേസ് എടുത്തിട്ടുണ്ട്. അതിനെ ബന്ധമായി ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാനിപ്പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ക്രൂവിന്റെ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നതാണ് പറയുന്നത്. നിയമ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. രേണുക, ഇക്കാര്യത്തിൽ പരാതിക്കാരൻ്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഈ കപ്പൽ ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ മംഗലാപുരത്താണ് നിലവിൽ തീപിടിച്ച കപ്പലിലെ വാൻഹായിലെ കപ്പലിലെ ജീവനക്കാർ ഉള്ളത്. പലരും ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അപ്പോൾ അവരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനം കോസ്റ്റൽ പോലീസിനപ്പുറം മറ്റ് ദേശീയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികൾ ഇതുമായി ഈ കാര്യത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ റിപ്പോർട്ടുകൾ കൂടി ഇതിൽ ഉപയോഗപ്പെടുത്തുമെന്നാണ് ഇന്ന് AIG പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആദ്യ കപ്പലപകടം ഉണ്ടായിരുന്നത് ആ കപ്പലപകടത്തിൽ സ്വീകരിച്ച തുടർച്ചയായ നടപടികൾ, ആ നടപടികളുടെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കേസിൽ എടുത്തിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് അലക്ഷ്യമായി കപ്പൽ കൈകാര്യം ചെയ്തു, വളരെയധികം രാസവസ്തുക്കളും അതോടൊപ്പം തന്നെ അപകടകരമായ കാര്യങ്ങളുമെല്ലാം ഉള്ള ഒരു കപ്പൽ വളരെ അലക്ഷ്യമായിട്ട് മേഖലയിലൂടെ കടന്നു പോകുന്നു, അതുമൂലം അപകടം ഉണ്ടാകുന്നു എന്നതെല്ലാം തന്നെ കാണിച്ചുകൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസിൽ സ്വാഭാവികമായും കപ്പൽ കമ്പനി ഉടമകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇതിലേക്ക് പ്രതിപട്ടികയിലേക്ക് എല്ലാം തന്നെ ചേർക്കപ്പെടുകയും ചെയ്യും, ക്യാപ്റ്റൻ ഉൾപ്പെടെ. എന്നാൽ ഇതിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു സംശയം ഈ കേസ് ആദ്യ കപ്പൽ അപകടത്തിലുണ്ടായ കേസിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുക, അതെങ്ങനെയാണ് എന്നതടക്കം. കഴിഞ്ഞ ദിവസം നാവികരുടെ പാസ്പോർട്ട് അടക്കം ആദ്യ അപകടത്തിൽപ്പെട്ടവരെ പിടിച്ചു വയ്ക്കുകയുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇനിയുള്ള നടപടികളെല്ലാം ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക എന്നൊരു സൂചന തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നഷ്ടപരിഹാരം ഈടാക്കുന്നതിന് അത്തരം കാര്യങ്ങളൊന്നും ഇവരെ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് അല്ലെങ്കിൽ അതിൽ ചുമതലപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. അത് മറ്റൊരു ഭാഗത്തുകൂടി നടക്കുമ്പോൾ ഇതിൽ കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു നിർദ്ദേശമാണ്, നിയമോപദേശമാണ് അല്ലെങ്കിൽ ലഭിച്ചിരിക്കുക എന്നതാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ കോസ്റ്റൽ പോലീസ് കേസ് എടുത്തിരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ മറ്റുള്ളവരെ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ കഴിയുക, കപ്പൽ ഉടമ അടക്കമുള്ള ആളുകളെ ഈ കേസിലേക്ക് പ്രതി ചേർത്തുകൊണ്ട് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ക്രൂവിന്റെ ഉൾപ്പെടെ മൊഴിയെടുക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിൽ അമ്മ ശ്രീധുവിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അന്വേഷണ സംഘം. കൊലപാതകത്തെക്കുറിച്ച് ശ്രീധുവിന് അറിയാമായിരുന്നുവെന്നാണ് പ്രതി ഹരികുമാറിന്റെ മൊഴി. റൂറൽ SP KS സുദർശൻ ജയിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് ഹരികുമാർ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ ഹരികുമാറിനെയും ശ്രീധുവിനെയും നുണപരിശോധന നടത്താൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. അനുവാദം തേടി ബാലരാമപുരം പോലീസ് കോടതിയെ സമീപിച്ചു. ഡാൻ കുര്യനുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നത് അമ്മയുടെ അറിവോടെയാണ് എന്ന് പ്രതി പറയുന്നു. നുണപരിശോധനയ്ക്കുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? ഈ 2.5 വയസ്സുകാരിയുടെ കൊലപാതകം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ അമ്മാവൻ മാത്രമല്ല, അതിന് കൃത്യമായി ഈ
അമ്മ കൂടി, അതായത് ശ്രീതു കൂടി ഹരികുമാറിനെ ഇക്കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രീതുവിന് ഇക്കാര്യം അറിയാമായിരുന്നു, ഈ 2.5 വയസ്സുകാരിയെ കൊല്ലുന്ന കാര്യം അറിയാമായിരുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ അന്ന് മുതൽ തന്നെ നിലനിൽക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം ആ ദിശയിൽ നടക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ വ്യക്തമായി, അതായത് ഈ അമ്മാവനിൽ മാത്രം, ഈ ഹരികുമാറിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അന്വേഷണം ആ ഘട്ടത്തിൽ പുരോഗമിച്ചിരുന്നത്. ഈ കുട്ടിയോട് 2.5 വയസ്സുകാരിയോട് ഹരികുമാറിന് വിരോധമുണ്ടായിരുന്നു, ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെയാണ് അത് ഈ കൊലപാതകത്തിലേക്ക് വഴി തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന തരത്തിലായിരുന്നു അന്ന് നൽകിയ മൊഴി. പക്ഷെ പിന്നീട് കഴിഞ്ഞ ദിവസമാണ് റൂറൽ SP ജയിൽ സന്ദർശനം നടത്തിയത്. ആ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് സെല്ലിനുള്ളിൽ നിന്ന് ഈ ഹരികുമാർ അലറി വിളിക്കുന്നത്. ഞാനല്ല, ശ്രീതുവിന്റെ അറിവോടെയാണ് ഈ 2.5 വയസ്സുകാരിയെ കൊന്നത് എന്ന് പറഞ്ഞ് ആ ജയിലിന്റെ സെല്ലിനുള്ളിൽ നിന്ന് ഈ ഹരികുമാർ അലറി വിളിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു സംശയം തോന്നി. പിന്നീട് കോടതിയിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഇരുവരുടെയും നുണ പരിശോധന നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ബാലരാമപുരം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ നുണ പരിശോധന നടത്തുന്നതിലൂടെ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, ശ്രീതു ഈ കാര്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് ശ്രീതു തന്നെയാണോ, ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതോടൊപ്പം ഈ കേസിന്റെ മറ്റ് തുടർ നടപടികൾ വൈകിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി ഹരികുമാർ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതാണോ, അങ്ങനെ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരമൊരു പ്രസ്താവന ജയിലിനുള്ളിൽ കിടന്ന് അനവസരത്തിൽ ഇങ്ങനെ നടത്തിയത് എന്നതിനെക്കുറിച്ചും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബാലരാമപുരം പോലീസിന് സംശയമുണ്ട്. ആ ദിശയിലും അവർ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും നുണ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടം മുതൽ അമ്മയുടെ പങ്ക് എന്ത് എന്ന ചോദ്യം പല സംശയങ്ങളായി നമുക്ക് മുന്നിൽ വന്നിരുന്നതാണ്. അന്വേഷണ സംഘവും ഇപ്പോൾ ആ നിലയ്ക്ക് തന്നെ നീങ്ങുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഈ പ്രതിയുടെ മൊഴി തന്നെയാണ്, അല്ലെങ്കിൽ പ്രതി നൽകിയിരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അത്തരമൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നുണ പരിശോധനയ്ക്കുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചതാണ് മരണകാരണമെന്നാണ് യുവതിയുടെ മൊഴി. ഗർഭിണിയായ വിവരം യുവതി വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. കുഞ്ഞിനെ പിന്നീട് വാഴയിലയിൽ പൊതിഞ്ഞ് വീടിന് സമീപത്തെ പുരയിടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് അന്വേഷണത്തിലേക്ക് എത്തിച്ചത്. ഓടി വന്നപ്പോഴത്തേനും ഇവിടുത്തെയാണെന്ന് അറിഞ്ഞു. പക്ഷേ അവർ പറയുന്നത് നേരം പ്രസവിച്ചില്ല എന്നുള്ളതാണ്. അമ്മയും എല്ലാവരും പറഞ്ഞു പ്രസവിച്ചിട്ടില്ല, ബ്ലീഡിംഗ് ആയി കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവർക്ക് അവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെന്നപ്പോൾ എന്തായാലും മനസ്സിലാവുമല്ലോ, പ്രസവിച്ച കുട്ടിയെ കാണുമ്പം ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഡോക്ടർ ചോദിച്ച പ്രകാരം ആ കുട്ടി പറഞ്ഞതാണ് ഇവിടെ ബക്കറ്റിലിട്ട് വെച്ചെന്നാണ് പറഞ്ഞത്. പക്ഷേ ബക്കറ്റിലല്ല, വെളിയിലാണ് കിടന്നത്. ഞങ്ങൾ കുട്ടിയെ കണ്ടില്ല. ഞങ്ങൾ LHI ഐഡൻറ്റിഫൈ ചെയ്തത്. സിസ്റ്റർ മാത്രമേ കുഞ്ഞിനെ കണ്ടുള്ളൂ, പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അവരിപ്പോൾ ഉഷ ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ ഉഷ ഹോസ്പിറ്റലാണ്. ഞങ്ങൾ സബ് സെൻ്ററിൽ ഇരുന്നപ്പോൾ, ഞാൻ ആശാ വർക്കറാണ്, അപ്പം ഞങ്ങൾ സെൻ്ററിൽ ഇരുന്നപ്പം DMOന്ന് അറിയിച്ച പ്രകാരം LHI ഒക്കെയാണ് ഞങ്ങളെ വിളിച്ചറിയിച്ചത്. അഡ്രസ്സ് ആലക്കോട് പത്തിശ്ശേരി പറഞ്ഞു, സ്ഥലം വാർഡ് 5 പറഞ്ഞു. പക്ഷേ ഇത് 4ാം വാർഡാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ചെയ്തു. അതായത് നമ്മൾ ആൻറ്റിനേറ്റിലാണെങ്കിൽ കല്യാണം കഴിച്ച സ്ത്രീ ആൻറ്റിനേറ്റ് അങ്ങനെയുള്ളവരെ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്യത്തുള്ളൂ. തന്നെയല്ല, ഈ കുട്ടി കഴിഞ്ഞ മാസം നമ്മൾ സബ് സെൻ്ററിലാണെങ്കിൽ പിന്നെ മെൻസ്ട്രൽ കപ്പ് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് വാങ്ങിക്കാൻ വരികയും ചെയ്തു കഴിഞ്ഞ മാസം. അപ്പം അങ്ങനെയൊക്കെ, അതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നിയില്ല. ആർക്കും ഒരു സംശയവും ഒരു ഗർഭകാലത്തിലുടനീളം തോന്നിയില്ല എന്നതാണ്. അങ്ങനെ ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ശശിനാരായണനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും ഒരു സംശയവും തോന്നാത്ത വിധം ഒരു ഗർഭകാലം അത്രയും ആ വിവരം രഹസ്യമാക്കി വെക്കുന്നു. പ്രസവത്തിന് ശേഷം കുഞ്ഞ് കരഞ്ഞ് ആളുകൾ അറിയും എന്ന സംശയത്തെ തുടർന്ന് കുഞ്ഞിൻ്റെ വാ പൊത്തിപ്പിടിച്ച് മരണം സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എത്ര ക്രൂരമായിരുന്നു. അതിനെ വാഴയിലയിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ചാണ് ആശുപത്രിയിലേക്ക് അവർ പോയത് എന്ന വിവരമാണ് വരുന്നത്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ മനസ്സിലാകുന്ന വിവരം? ഇവർ ഗർഭം ധരിക്കാനിടയായ സാഹചര്യം, ഇതൊക്കെ സംബന്ധിച്ച് ബന്ധുക്കൾ, അയൽക്കാർ, നാട്ടുകാർ, അവരിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന സൂചനകളും വിവരങ്ങളും എന്താണ്? രേണുക, ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത്തരമൊരു സംഭവം പത്തനംതിട്ട മെഴുവേലി നടക്കുന്നത്. 21-കാരിയാണ് ഇത്തരത്തിൽ പ്രസവിച്ചുടനെ കുട്ടിയെ തൊട്ടടുത്ത ആളൊഴിഞ്ഞ പുരയിടത്ത് ഉപേക്ഷിച്ചതിന് ശേഷം
അമിത രക്തസ്രാവത്തെ തുടർന്ന് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയത്. ആശുപത്രി നടത്തിയ പരിശോധനയാണ് ഈ യുവതി പ്രസവിച്ചായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടായത്. തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്നതിന് ശേഷമാണ് ഈ തൊട്ടടുത്ത പെൺകുട്ടിയുടെ വീടിന്റെ തൊട്ടടുത്ത പുരയിടത്തിലാണ് ഒരു വാഴയില മൂടിയിട്ടിരിക്കുകയാണ് കുട്ടി ഈ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും അതിന്റെ മുകളിൽ ഒരു വാഴയില മൂടിയിട്ട് മറച്ചിരിക്കുന്നതായിട്ടാണ് പോലീസ് വന്ന് നോക്കുമ്പോൾ കാണുന്നത്. എന്തായാലും ആ പെൺകുട്ടി പറഞ്ഞ ചില മൊഴികൾ ആദ്യഘട്ടത്തിലെല്ലാം നിരസിക്കുകയാണ്. താൻ അങ്ങനെ പ്രസവിച്ചിട്ടില്ല, അങ്ങനെ സംഭവമില്ല, രക്തസ്രാവമാണെന്ന് മാത്രമാണ്. ഡോക്ടറോട് പോലും കള്ളം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഡോക്ടർ കൃത്യമായി ചോദിക്കുകയും നഴ്സുമാരടക്കമുള്ള ആളുകൾ ഈ കുട്ടിയെ പലവട്ടം ചോദ്യം ചെയ്ത ശേഷമാണ് ഇത് സംബന്ധിച്ച് പിന്നീട് വിശദമായ പരിശോധന പെൺകുട്ടി പ്രസവിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് ചോദ്യം ചെയ്യലാണ് പെൺകുട്ടി സംബന്ധിച്ചത്. ഇങ്ങനെ പ്രസവിച്ച് വീട്ടിലെ ശുചിമുറിയിലാണ് പ്രസവിച്ചത്. അതിന് കുട്ടി പെൺകുഞ്ഞാണ്. കരഞ്ഞപ്പോഴും തന്റെ വാ പൊത്തിപ്പിടിച്ച് ആണ് കുട്ടിയെ പിന്നീട് തൊട്ടടുത്ത് ഉപേക്ഷിക്കുക. അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നാണ് ഈ പെൺകുട്ടി പോലീസ് നൽകിയ മൊഴി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയാണ് പെൺകുട്ടിയെ ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള വീട്ടുകാർക്ക് കുടുംബക്കാർക്കൊന്നും ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറയുന്നത്. അയൽവക്കക്കാർക്കും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ്, ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ള പെൺകുട്ടിയാണ്, 20 വയസ്സാണ്. എന്തായാലും 21 വയസ്സോളം ഇപ്പം ആവുന്നു. അത്തരം കാര്യങ്ങളിലൊന്നും വീട്ടുകാർക്ക് യാതൊരു സംശയവും തോന്നിയില്ല എന്നുള്ളതാണ് നമുക്കിതിന് അത്ഭുതപ്പെടുന്ന കാര്യം. ആശുപത്രി അധികൃതരും അത് തന്നെയാണ് പറയുന്നത്. ആശുപത്രിയിലും ഈ കുട്ടിയുടെ ബന്ധുക്കള് അച്ഛനും അമ്മയും അറിയാതെയാണ് അവിടെ നിന്നതെന്നാണ് ആശുപത്രിയുടെ ജീവനക്കാരും വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ രഹസ്യമായിട്ടാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ ഒരു പ്രസവം നടത്തിയതിനു ശേഷം നവജാത ശിശുവിനെ തൊട്ടടുത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും കാമുകനാണ്, കുട്ടിക്ക് പ്രണയബന്ധം ഉണ്ടായിരുന്നു, അതിലുള്ള കാമുകനാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി എന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും സ്വന്തമായി തന്നെ ഈ കുട്ടി വീട്ടിൽ പ്രസവിച്ചതിന് ശേഷം ശുചിമുറിയിൽ പ്രസവിച്ചതിന് ശേഷം ഈ പുക്കൾക്കൊടിയൊക്കെ സ്വന്തമായി തന്നെ മുറിച്ചാണ് ഈ പെൺകുട്ടി ഈ പെൺകുഞ്ഞിനാണ് ജന്മം തരിക, പെൺകുഞ്ഞിനെ അത്തരത്തിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം നാട്ടുകാർക്കും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്, ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ്. സാധാരണ രീതിയിൽ നടന്നൊരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ പ്രസവിച്ചു എന്ന് അറിയുമ്പോൾ സ്വാഭാവികം നാട്ടുകാർക്കും അത്തരത്തിലൊരു വലിയ ഒരു വിഷമവും പ്രയാസവും എല്ലാം ഉണ്ട്. കുടുംബക്കാർക്ക് ഇത് പുറത്തു പറയാനുള്ള മാനസിക സംഘർഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ എന്തായാലും പോലീസ് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുമായി ബന്ധപ്പെട്ട് കാമുകന് വല്ല പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തായാലും സമഗ്രമായ ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നീങ്ങുകയാണ് അന്വേഷണ സംഘം. എന്തായാലും ആ പെൺകുട്ടി വളരെ ക്രൂരമായ രീതിയിൽ ആണ് ആ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചത്. അതിനുശേഷം വാഴയിലയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഡോക്ടർമാരെ ഉൾപ്പെടെ കബളിപ്പിക്കാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളുണ്ടായി. പക്ഷേ ഡോക്ടർമാർ ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവസാനം ഇതിലേക്ക് കാര്യങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് എത്തുകയായിരുന്നു. ശശിനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.